ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മോൻ്റെ ദഫാട്ടോ ഇത്. അപ്പോൾ അതിൽ ഈ ദഫിൻ്റെ കൂടെയുള്ള പാട്ട് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ദഫ് ഒന്ന് കണ്ടോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഈ വർഷത്തെ നബിദിനവും ദഫും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അടിപൊളി ദഫ്, നല്ല ഭംഗിയുണ്ട് മക്കൾ കളിക്കുന്നത് കാണാൻ. അപ്പോൾ ഇതൊന്നൊന്ന് വീഡിയോ ആക്കി ഇതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കാം. എല്ലാവരും ഒന്ന് നിങ്ങളെ മദ്രസിലൊക്കെ മക്കൾ ഇതുപോലൊക്കെ ദഫിനൊക്കെ കൂടിയവരൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് പറയാട്ടോ. ഒന്ന് ഭംഗിയിലെ മക്കൾ കളിക്കുന്നത് കാണാൻ. ഇതൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കാനും നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. മക്കൾക്കും ഭയങ്കര സന്തോഷമാണ് ഇവരെ കളിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ്, ഇനി അടുത്ത വർഷമാണല്ലോ നമുക്ക് ഇനി നബിദിനുള്ളത്. അപ്പോൾ അതിനും ഇതൊക്കെ ഒരു ഓർമ്മകളാണ് നമുക്ക്. മക്കൾക്കൊക്കെ വലുതാകുമ്പോൾ ഒക്കെ ഇങ്ങനെയൊക്കെ മദ്രസിൽ കളിച്ചിനിന്നു ദഫൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ കൂടി എന്നുള്ളതൊക്കെ ഒരു ഓർമ്മയാണല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്കൂള് പിന്നെ തുറന്ന് 10 ദിവസത്തെ പൂട്ടേണിയല്ലോ, ഓണപ്പൂട്ട്. അത് കഴിഞ്ഞ് പൂട്ടിൻ്റെ സമയത്ത് തന്നെ നമുക്ക് നബിദിനും കാര്യങ്ങളും, പിന്നെ നബിദിനും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ മക്കൾ മദ്രസിലേക്കായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് ഇനി വേറെ എങ്ങോട്ടും പോകാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. എന്നാലും മക്കളെ സന്തോഷം നബിദിനം എന്നുള്ളതാണ് കേട്ടോ. അവർക്ക് ദഫ് കാര്യങ്ങൾ, പാട്ട്, മദ്രസിലേക്കുള്ള ഓരോ ഒരുക്കങ്ങൾ, അതൊക്കെയാണല്ലോ ഓരോ സന്തോഷങ്ങൾ. അപ്പോൾ ഈ 10 ദിവസത്തെ പൂട്ട് അങ്ങനെ പോയി. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നതിന് സ്കൂളും മദ്രസുമായിട്ട് ആ സ്കൂളും മദ്രസും എന്നുള്ള ജീവിതം കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പം നമുക്കൊക്കെ അതന്നെ മതി എന്നല്ലേ നമുക്ക് തോന്നുന്നത്. സ്കൂളും മദ്രസിലും പോണ സമയത്ത് അതൊന്നും കഴിഞ്ഞ് കിട്ടിയാൽ വിചാരിക്കണേ. ഇപ്പം തോന്നും അതേനി നല്ലത് എന്നുള്ളത്. എല്ലാവരും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. ഇതിൻ്റെ കൂടെയുള്ള പാട്ട് വെച്ചാണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് മക്കൾ കളിക്കുന്ന ആ പാട്ടിൻ്റെ കൂടെയുള്ള കളികളൊക്കെ കാണാൻ. നമുക്കത് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ മ്യൂസിക്കും പാട്ടും കാര്യങ്ങളൊന്നും ഇതിലേക്ക് വെക്കാഞ്ഞത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ പാട്ടിങ്ങനെ സ്പീക്കറിൽ വെച്ചതാണ്, പിന്നെ പാട്ട് പാടിയതല്ലേ, അതുകൊണ്ടാട്ടോ. അടിപൊളി ഗംഭീരമായിട്ട് തന്നെ ഈ വർഷത്തെ നബിദിനം ഉഷാറായിട്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞ്. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടി അതും നല്ല ഉണ്ടായിട്ടോ. വലിയൊരു ദഫൊക്കെ കാണണ്ടേ, നല്ല അടിപൊളി ദഫ്. നമുക്കിത് യൂട്യൂബിലേക്ക് ഇട്ട് വെച്ചാൽ മക്കൾക്ക് പിന്നെയും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ യൂട്യൂബ് ഇട്ട് വെച്ചത്. പിന്നെ ഫോണിലേക്ക് ആകുമ്പോൾ എന്താ ചെയ്യണമെന്നോ, നമ്മൾ ഫോൺ ഹാങ് ആണ സമയത്ത് നമ്മളെല്ലാം ഇങ്ങോട്ട് ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്താൽ പിന്നെ നമുക്കത് കാണാൻ കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ദഫുകളൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടോ. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഫോൺ അവിടെ കേടും വരുമല്ലോ നമ്മളത്. അപ്പോൾ യൂട്യൂബ് ഇട്ട് വെച്ചാൽ പിന്നെ അതെപ്പോഴും അവിടെ ഉണ്ടാവും. മക്കളിന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് കാണുകയൊക്കെ ചെയ്യാമല്ലോ. നമുക്ക് ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ ആണല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.